പരിസരത്തെത്തുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ തൂണുകൾ ശ്രദ്ധിക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഇവിടെ പുഞ്ചിരി തൂകി നിൽക്കുന്നുണ്ട്. ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് തൂണുകൾ കാലിയായി കിടക്കുന്നതിന്റെ ഒരു അപാകത സ്കൂൾ അധികൃതർക്ക് തോന്നിയത്. ചിത്രകാരൻ ദേവദാസ് പെരിയയുമായി സംസാരിച്ചു. 3 ദിവസത്തിനുള്ളിൽ ONV കുറുപ്പും മാധവിക്കുട്ടിയും ഉറൂബുമെല്ലാം തൂണുകളിൽ സ്ഥാനം പിടിച്ചു. വിരസമായ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ആണെങ്കിൽ നമ്മുടെ കണ്ണുകൾ അവിടെ ഇവിടെയും പരതിക്കൊണ്ടിരിക്കും. ആ പരതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട കുറേ വ്യക്തികളെയും അവരുടെ സംഭാവനകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തണം, അതുപോലെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ള നിലക്കാണ് ഇതിൽ ഈ ചിത്രങ്ങൾ വരച്ചു വെച്ചത്. പുസ്തകങ്ങളിൽ മാത്രം കണ്ട മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരെ അടുത്തറിയുന്നതിന്റെ സന്തോഷം കുട്ടികളുടെ മുഖത്തും തെളിഞ്ഞു കാണാം. അടിപൊളി. ബഷീർ. എനിക്ക് ബഷീറിനെ പരിചയമുണ്ട്, കുഞ്ഞനാശിനെ പരിചയമുണ്ട്, ONVയെ പരിചയമുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ പരിചയമുണ്ട്. കുഞ്ഞനാശിനെ കുറിച്ചുണ്ട്, ONVയെ കുറിച്ചുണ്ട്, സുഗതകുമാരിയെ കുറിച്ചുണ്ട്, അങ്ങനെ കുറച്ച് പേരെ കുറിച്ചൊക്കെ ഉണ്ട്. നാടിന്റെ ഇന്നലകളെ അറിഞ്ഞ് അക്ഷരങ്ങളുടെ കുളിരണിഞ്ഞ് ഈ കുരുന്നുകൾ അറിവിന്റെ ആകാശത്തേക്ക് പറന്നുയരട്ടെ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗ്, ഗുഡ് മോർണിംഗ്. അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്, ഓഡിറ്റോറിയത്തിലായാലും വിവിധയിടങ്ങളിൽ സ്കൂളിലൊക്കെ ഓരോ വിരസമായ പരിപാടികൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതിക്കൊണ്ടിരിക്കും. ആ പരതുന്ന സമയത്ത് ആ കുട്ടികൾ കാണുന്നത് ഈ സാഹിത്യകാരന്മാരെയും അവരുടെ ഓരോ വാക്കുകളെയൊക്കെയാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ ആ തൂണുകളിലൊക്കെ അവരെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വിവിധ തരത്തിലുള്ള പരിപാടികൾ ഈ വായനാവാരവുമൊക്കെ ബന്ധപ്പെട്ട്, വായന ദിനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അതിൽ നിന്ന് ഒരുപിടി മുന്നിലാണ് ഈ കാസർഗോഡ് സ്കൂളിൽ ചെയ്തിരിക്കുന്നത് എന്നുകൂടി പറയാം അല്ലേ? കാസർഗോഡ് കോളിയടക്കം സ്കൂളിലേക്ക്, കോളിയടക്കം UP സ്കൂളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് ആദ്യമായി നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാർ, മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരുടെ ജീവസുറ്റ ചിത്രങ്ങളാണ് അവിടുത്തെ അസംബ്ലി ഹാളിൻ്റെ, അസംബ്ലി ഓഡിറ്റോറിയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് വരച്ചു ചേർത്തിട്ടുള്ളത്. അത്രയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ. ഓരോ ചിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരു ജീവനുള്ള ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ട്. അത്രയും തന്മയത്തോടു കൂടിയിട്ടാണ് ആ ചിത്രങ്ങളൊക്കെ വരച്ചു ചേർത്തിട്ടുള്ളത്. അതിലിപ്പോൾ MT ആവട്ടെ, SK പൊറ്റക്കാടാവട്ടെ, തകഴി ആവട്ടെ, വയലുപ്പിള്ളി ആവട്ടെ, അതുപോലെ തന്നെ ബാലാമണി അമ്മയാവട്ടെ, സുഗതകുമാരി ടീച്ചറാവട്ടെ, ഇവരൊക്കെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ ഇവരുടെയൊക്കെ ബഹുഭൂരിപക്ഷം കൃതികളുടെ ഭാഗങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ അവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൃതിയിൽ നിന്നെടുത്ത പ്രത്യേകമായിട്ടുള്ള വാചകങ്ങളോ അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ എടുത്ത് അവിടെ രേഖപ്പെടുത്തി ഇവരുടെ ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് കുട്ടികൾക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു രീതി, ഒരു എന്താ പറയുക, ഒരു പഠനത്തിൻ്റെ ഒരു വേറിട്ടൊരു രീതി അതിലൂടെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, സാധാരണയായിട്ട് നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ എഴുത്തുകാരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അർദ്ധകായ പ്രതിമകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രതിമകളൊക്കെ പലപ്പോഴും അത് പിന്നീട് ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആൾക്കാർ മറന്നു പോകുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ ചിത്രങ്ങൾ സ്കൂളിലെ ക്ലാസ് മുറിക്കകത്ത് നമ്മൾ വ്യാപകമായിട്ട് കാണാറുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷേ ഇത് അവിടുത്തെ പ്രധാന അധ്യാപകൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എഴുത്തുകൾ സ്വതന്ത്രമായിട്ടുള്ളൊരു സാധനമാണ്. ഈ പറഞ്ഞ എഴുത്തുകാരെല്ലാവരും എഴുതിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചിന്തകളൊക്കെ തന്നെ എന്താ പറയുക, എപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കണം, എപ്പോഴും കുട്ടികളൊക്കെ തന്നെ പറന്ന് നടക്കേണ്ട, സ്വതന്ത്രമായി ചിന്തിക്കേണ്ട അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് എപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ സ്മരണകൾ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ ഇത്തരത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ആളുകൾക്കൊക്കെ തന്നെ വരുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും സ്കൂളിൽ എത്തുന്ന സന്ദർശകർക്കും നമ്മളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്കൊരു ഉന്മേഷം നൽകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു കല മുഴുവൻ, ഒരു കല നിറഞ്ഞു നിൽക്കുന്ന, കലയും എഴുത്തും സാഹിത്യവും ഒക്കെ തന്നെ